ഹലോ മക്കളെ, എടാ അപ്പോൾ നമ്മുടെ ലാബ് എക്സാം ഒക്കെ വരികയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കെമിസ്ട്രിയിൽ ബേജാറുള്ള സാധനമാണ് സോൾട്ട് അനാലിസിസ്. എനിക്ക് സോൾട്ട് കിട്ടുമോ, എനിക്ക് കറക്റ്റ് ആനയും കിട്ടുമോ, കറക്റ്റ് കാറ്റവും കിട്ടുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ലാബിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ നമുക്ക് സുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ലാബിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാച്ച് ഗ്ലാസ്സിൽ ഇങ്ങനെ കുറച്ച് സോൾട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരും. അപ്പോൾ ഈ കയ്യിൽ ഈ സോൾട്ട് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് ഏറ്റവും വലിയ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിത് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. ആദ്യം ആനയോൺ ഏതാണെന്ന് കണ്ടുപിടിക്കണം, പിന്നെ കാറ്റയോൺ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആനയോൺസിൽ മൊത്തം 5 ആൾക്കാരാണ് പഠിക്കാനുള്ളത്. അതൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നമുക്കതിൻ്റെ ഓരോ സ്റ്റേജും ഓരോരോ വീഡിയോസായിട്ട് നമുക്ക് കാണാൻ. നമുക്ക് ഫസ്റ്റ് ആനയോണിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലിരിക്കുന്ന സോൾട്ടിൽ ആരുണ്ടോയെന്നാണ്, കാർബണേറ്റ് ഉണ്ടോയെന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എടുത്ത സോൾട്ടിൽ കാർബണേറ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന സോൾട്ടിൽ കാർബണേറ്റ് ആണെങ്കിൽ മക്കളെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിനെ എടുത്തൊന്ന് നല്ലപോലെ വാഷ് ചെയ്തു. ടെസ്റ്റ് ട്യൂബ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തു. ടെസ്റ്റ് ട്യൂബ് നല്ലപോലെ വാഷ് ചെയ്തു. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് മക്കളെ നോക്കിക്കോളൂ, ഞാൻ ഈ സ്പാച്ചില വെച്ച് കുറച്ച് സോൾട്ട് എടുത്തു. ഈ സോൾട്ട് ഇപ്പം ഞാൻ കുറച്ച് സോൾട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആരയിട്ടു, ഡയലൂട്ട് HCl. ആരയിട്ടത്, ഡയലൂട്ട് HCl ഒഴിച്ചു. ഓക്കെ എടാ മക്കളെ, നിങ്ങൾക്ക് കാണാം ഞാൻ ഡയലൂട്ട് HCl ഒഴിച്ച സമയത്ത് ഒരു കേട്ടോ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നു. ഇതിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയുക, ബ്രിസ്ക് എഫ്രവസൻസ് എന്ന് പറയുക. ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ കയ്യിൽ തന്ന സോൾട്ടിൽ ആരുണ്ട്, കാർബണേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൺഫേം ചെയ്യണം. ഇതിന് കൺഫർമേറ്റീവ് ടെസ്റ്റിൽ നമുക്ക് വേറൊരാളെ പഠിക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഞാൻ ഇതേപോലെ വേറൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ടെസ്റ്റ് ട്യൂബിന് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തു. കാരണം നല്ലപോലെ നമ്മൾ വാഷ് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ മുമ്പത്തെ ബാച്ചിൽ കയറിയ ആൾക്കാരൊക്കെ ആ സോൾട്ടിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു 2 വട്ടം നല്ലപോലെ ടെസ്റ്റ് ട്യൂബിൽ ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ടെസ്റ്റ് ട്യൂബ് വാഷ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സ്പാച്ചില വെച്ച് കുറച്ച് സോൾട്ട് എടുത്തു. ഓക്കെ, സോൾട്ട് എടുത്തിൽ ഞാൻ കുറച്ച് സോൾട്ട് ഇട്ടു. ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യാം, സോൾട്ട് സൊല്യൂഷനാണ് മേക്ക് ചെയ്യേണ്ടത് നമുക്ക് കൺഫർമേറ്ററിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ കുറച്ച് എന്ത് ചെയ്തു, ഒരു 1/4 വെള്ളമേ ഒഴിക്കാവുള്ളൂ. കാരണം നമുക്ക് വേറെ കുറേ ആൾക്കാരെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്തു. നല്ലപോലെ മക്കളെ ഒന്ന് ഷേക്ക് ചെയ്തു. ഓക്കെ, ഷേക്ക് ചെയ്തപ്പോൾ നമ്മുടെ സോൾട്ട് വാട്ടറിൽ സൊല്യൂബിൾ ആണ്. ഓക്കെ, ഷേക്ക് ചെയ്തിട്ടുണ്ട്. എടാ ഇതിലേക്ക് നമ്മൾ ഇടേണ്ട ആൾ ബേരിയം ക്ലോറൈഡ് ആണ്. അപ്പം നമ്മൾ ഈ സോൾട്ട്, അതായത് കാർബണേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കൺഫർമേറ്ററി ആണ്. അപ്പോൾ നമ്മുടെ സോൾട്ട് സൊല്യൂഷനിലേക്ക് മക്കളെ ആര് ഇടുകയാണ്, ബേരിയം ക്ലോറൈഡിനെ ഒഴിക്കുകയാണ്. ബേരിയം ക്ലോറൈഡിനെ ഒഴിക്കുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കാണാൻ പറ്റും. നോക്കിയോളൂ, കണ്ടോ, ഒരു കഞ്ഞിവെള്ളമൊക്കെ പോലെ ഒരു വൈറ്റ് ഈ കഞ്ഞിവെള്ളം പോലെ സാധനത്തെയാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുക. ഓക്കെ, എടാ ഇങ്ങനെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഡയലൂട്ട് HCl ആ ഡയലൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് പോകണം, സൊല്യൂബിൾ ആയിട്ട് പോകണം. എടാ മക്കൾ നോക്കി, നമ്മൾ കുറച്ച് നേരത്തെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ ഡയലൂട്ട് HCl, കാരണം കോൺസെൻട്രേഷൻ ബാലൻസ് ആകാൻ വേണ്ടി ഡയലൂട്ട് HCl കുറച്ചുകൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നല്ലപോലെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് എന്ത് സൊല്യൂഷൻ കിട്ടി, ഒരു ക്ലിയർ സൊല്യൂഷൻ കിട്ടി. അപ്പോൾ നമ്മുടെ ആരുടെ പ്രസൻസ് നമുക്ക് കൺഫേം ചെയ്യാം, നമ്മുടെ കാർബണേറ്റിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യാം. ഓക്കെ.